ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മിൽക്കിൻ്റെ കോമ്പോസിഷനാണ്. മിൽക്കിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടാണ് മിൽക്കിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇതിന് മുന്നേയുള്ള പരീക്ഷകളിലൊക്കെ ചോദ്യങ്ങൾ ഡയറക്റ്റ് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗം കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചാൽ നമുക്ക് ഓരോ ക്ലാസ്സും പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കാം, നമ്മൾ ഒരു ചോദ്യം ഇതിനകത്ത് നിന്ന് കിട്ടുന്നു മനസ്സിലാക്കാം. ഏകദേശം ഒരു 300ഓളം ക്ലാസ്സുകൾ പഠിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ 100 ചോദ്യങ്ങളാണ് നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കിടാ നമുക്ക് ഓരോ ക്ലാസ്സും കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് ആ പോയിന്റ്സും തന്നെ ആയിരിക്കും ചോദ്യം വരിക, അതിനകത്തൊരു സംശയം വേണ്ട. പക്ഷേ എന്തായാലും വേർഡിങ്സ് ഓഫ് കോഴ്സ് ഡിഫറൻറ്റ് ആയിരിക്കും ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ കോഴ്സിൻ്റെ ത്രൂ ഔട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വരുന്ന ക്ലാസ് കൃത്യമായിട്ട് കാണുക എന്നുള്ളതാണ്. കാണുക, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഡീറ്റെയിലിലൂടെ മാത്രമേ ക്ലാസ് വരത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആ ചോദ്യങ്ങൾ വരുന്ന ഒരു സെഷനിൽ ആ ചോദ്യങ്ങളുടെ ആൻസർ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ആവും, ഒരു ബിൽഡപ്പ് ആവും, ഒരു കോൺഫിഡൻസ്. അപ്പോൾ ആ കോൺഫിഡൻസ് ഉണ്ടാവും, അത് ഉണ്ടാവണം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഫാൾസ് കോൺഫിഡൻസ് ആണ്. അത് നമുക്ക് ഉറപ്പായിട്ടും ആ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പരീക്ഷ എഴുതണം കേട്ടോ. പരീക്ഷയിൽ നമ്മൾ ഈ ക്ലാസ്സിൽ പറയാത്ത അത്രയും ചോദ്യങ്ങൾ കൂടെ ഇവിടെ ഉണ്ടാവും, പരീക്ഷയിൽ ഉണ്ടാവും. അപ്പോൾ പരീക്ഷ കൂടെ എഴുതി വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, നമ്മുടെ കോൺഫിഡൻസ് കുറച്ചുകൂടെ വർദ്ധിക്കും. അത് മാത്രം പോരാ മക്കളെ, റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എപ്പോഴും ഈ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. എന്ന് വേണോ കാണാം, എത്ര പ്രാവശ്യം വേണോ നമുക്ക് ഈ ആപ്പിൽ നിങ്ങൾ ഈ ഒരു ഫോൾഡറിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ പലപ്പോഴും നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കുറച്ച് ഹെക്റ്റിക് വർക്കിലോട് ആകുമ്പോൾ ക്ലാസ് കണ്ടുള്ള റിവിഷൻ നമുക്ക് പോരാതെ വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കാൻ പറ്റും. അതിൽ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾ എവിടെയെങ്കിലും ഫെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ നോട്ട് ഫോർട്ടിഫൈ ചെയ്ത് വെക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ആ നോട്ട് നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു എന്താ പറയുക അസറ്റ് തന്നെ ആയിരിക്കും. ഇൻ കേസ് സമയം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതിൻ്റെ നോട്ട് ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയെടുക്കാം. അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ സ്റ്റെപ്പായിട്ട് മാറും. ഈ ജോലി നിങ്ങളുടെ ഒരു സ്വപ്നമാണെന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് തയ്യാറാക്കുന്ന നോട്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മുന്നേ പഠിച്ച് ജോലി മേടിച്ചു പോയിട്ടുള്ള ആരുടെ ചോദിച്ചാലും മിക്കവാറും അവരുടെ കയ്യിലൊക്കെ ഇതേപോലുള്ള ഹാൻഡ് റിട്ടൺ റാങ്ക് ഫയൽ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇതേപോലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പരീക്ഷകൾ കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇതിന് മുന്നേയുള്ള പല മത്സര പരീക്ഷ പ്രിപ്പറേഷനിലും ഇതുപോലെ ഹാൻഡ് റിട്ടൺ നോട്ട് ബുക്ക് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഈ നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം വേറൊന്നുമില്ല, നമ്മൾ ക്ലാസ് കണ്ടതിന് ശേഷം നമ്മൾ അതിനകത്ത് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻ അവർ ഓൺ വേർഡിങ്സ് നിങ്ങൾ ഇവിടെ കാണുന്ന കാര്യങ്ങൾ അതേപോലെ കോപ്പി ചെയ്യണം, യാതൊരു നിർബന്ധമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ നിങ്ങളുടെ ഓൺ വേർഡിങ്സിൽ എഴുതി കഴിഞ്ഞാൽ എന്താ, അതൊരു പഠന പ്രവർത്തനമാണ് മക്കളെ കേട്ടോ. ഒരു പഠന പ്രവർത്തനമാണ്. ക്ലാസ് വെറുതെ ഇരുന്ന് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള പഠന പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്തുകൊണ്ട് ക്ലാസ് കാണുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൾവേസ് വെരി എഫക്റ്റീവ്. ഓക്കെ, നിങ്ങളത് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ നോട്ട് വായിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, നോട്ട് മാത്രം വായിച്ച് പഠിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ചെയ്തോളൂ, നിങ്ങൾ അതെല്ലാം എക്സ്ട്രാ ആയിട്ട് ചെയ്തോളൂ. പക്ഷേ ഇതിൻ്റെ പഠനത്തിൻ്റെ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ക്ലാസ് കാണുന്നത്, ക്ലാസ് എന്നാൽ ലിസൺ ചെയ്യൽ തന്നെ ആയിരിക്കണം. കാരണം ഒരുപാട് കാര്യങ്ങൾ വഴിയെ പറഞ്ഞുതരാം, ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടന്നാലോ. ഫസ്റ്റ് ഓഫ് ഓൾ, കോമ്പോസിഷൻ ഓഫ് മിൽക്ക്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു PYക്ക് നമുക്ക് കണ്ടുപോകണം. 214/2015 പരീക്ഷ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ദ വാട്ടർ പെർസെൻറ്റേജ് ഓഫ് കൗ മിൽക്ക് ഈസ് അപ്രോക്സിമേറ്റ്ലി. വാട്ടർ പെർസെൻറ്റേജ് ഓഫ് കൗ മിൽക്കിൽ എത്ര ശതമാനം ജലാംശമുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്രോക്സിമേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സുകുമാരയുടെ ബുക്കിൽ 86.6 ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ 87 ആണ് അതിൻ്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റുന്നത് കേട്ടോ. എന്താണ്, 87 ആണ് നമുക്കിവിടെ ആൻസറായിട്ട് എഴുതാൻ പറ്റുന്നത്. C ആയിരുന്നു ഉത്തരം. അപ്പോൾ ഈ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടി 1 മാർക്ക്. ഇത് മനസ്സിലാക്കുക, ഇതാണ് സംഭവം. മനസ്സിലായില്ലേ? 2015 നിങ്ങൾ ഈ ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് ഓരോ മാർക്ക് നമ്മൾ നേടാൻ പോകുന്നത്. ഇനി നമുക്ക് 99 മാർക്ക് മേടിച്ചാൽ മതി. ഓക്കെ അല്ലേടാ? ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. കോമ്പോസിഷൻ. മിൽക്കിൻ്റെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വാട്ടർ തന്നെയാണ് മിൽക്ക് എന്ന് പറയുന്നത് അല്ലേ. മിൽക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് 87%, അപ്രോക്സിമേറ്റ്ലി 87% ജലമാണ്. മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഒന്ന് മിൽക്കിലുള്ള എന്താണ്, ഒരു കൊളോയിഡൽ സസ്പെൻഷൻ അല്ലേ. എന്തിൻ്റെയാണ്, പ്രോട്ടീൻ്റെ കൊളോയിഡൽ സസ്പെൻഷനും അതേപോലെ എന്താണ്, ഒരു എമൽഷൻ അല്ലേ, എമൽഷൻ, ഫാറ്റിൻ്റെ എമൽഷൻ. ഇത് രണ്ടും കൂടി ചേർന്നാണ് നമുക്ക് മിൽക്ക് എന്ന് പറയുന്നത്. ആ 2 രീതിയിലാണ് ഇതിൻ്റെ ഒരു കമ്പോസിഷൻ വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും മിൽക്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസ് നമ്മൾ മേജർ കോൺസ്റ്റിറ്റ്യൂൻസ് എന്നും അതുപോലെ മൈനർ കോൺസ്റ്റിറ്റ്യൂൻസ് എന്നും പിന്നെ ട്രൂ കോൺസ്റ്റിറ്റ്യൂൻസ് എന്നും പ്രധാനമായിട്ടും 3 നമുക്ക് തിരിച്ചു പറയാം. ഈ ട്രൂവിൽ മറ്റതെല്ലാം വരും കേട്ടോ. പ്രധാനമായിട്ടും തിരിവ് വരുന്ന ഇവിടെയാണ് മേജർ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് മിൽക്കും അതുപോലെ മൈനർ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് മിൽക്കും. അപ്പോൾ ഏതൊക്കെയാണ് മേജർ കോൺസ്റ്റിറ്റ്യൂൻസ്? കണ്ണും പൂട്ടി പറയാം, വാട്ടർ അല്ലേ. വാട്ടർ നമുക്കറിയാം. അതുപോലെ അടുത്തെന്താണ്,
ഫാറ്റ് ഉറപ്പായിട്ട് നമുക്കറിയാം, ഫാറ്റ് അല്ലെ മേജർ കോൺസ്റ്റന്റ് ആണല്ലേ. പെർസെൻറ്റേജിൽ നോക്കുമ്പോൾ വളരെ വലിയ പെർസെൻറ്റേജിലുണ്ട്. ലാക്ടോസ് അല്ലെ 4% മുകളിലുണ്ട്. ഫാറ്റ് 4-5%, 3.5% വരും. അതുപോലെ പ്രോട്ടീൻ അല്ലെ, പ്രോട്ടീൻ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനം. പിന്നെ വരുന്നത് ആഷ് ഓർ മിനറൽസ് അല്ലെ, ആഷ് അല്ലെങ്കിൽ മിനറൽസ്. ഇങ്ങനെ 1, 2, 3, 4, 5 ഭാഗങ്ങളെയാണ് നമ്മൾ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് നിങ്ങൾ ഒരുപാട് തലകുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വാട്ടറും ഫാറ്റും ലാക്ടോസും പ്രോട്ടീനും ആഷ് ഓർ മിനറൽസ് നമുക്ക് ഓർത്തിരിക്കാം. ഈ ആഷ് ഓർ മിനറൽസ് നിങ്ങളൊന്ന് അടിവരയിട്ട് നോക്കി വെച്ചാൽ അത് മേജർ കോൺസ്റ്റിറ്റ്യൂൻസിനകത്ത് വരുന്ന സാധനമാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇനി എന്താ മൈനർ കോൺസ്റ്റിറ്റ്യൂൻസ്? അതിലെന്താ വരുന്ന ഫോസ്ഫോലിപ്പിഡ്സ് വരുന്നുണ്ടല്ലേ, അതുപോലെ സ്റ്റീറോയിഡ്സ് വരുന്നുണ്ട്, വൈറ്റമിൻസ് വരുന്നുണ്ട്, എൻസൈംസ് വരുന്നുണ്ട്, പിഗ്മെന്റ്സ് അല്ലെ, ബീറ്റാ കരോട്ടിൻ പോലുള്ള പിഗ്മെന്റ്സ് വരുന്നുണ്ട്, പ്രോ വൈറ്റമിൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ നേരിയ അളവിൽ മാത്രം അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻസിനെ മൈനർ കോൺസ്റ്റിറ്റ്യൂൻസ് എന്ന് പറയാം. അപ്പോൾ എന്താണ്, മേജർ പഠിച്ചു കഴിഞ്ഞാൽ മൈനർ ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വൈറ്റമിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, വൈറ്റമിൻ മേജർ ആണോ മൈനർ ആണോ? മൈനർ ആണ്. ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ വൈറ്റമിനെ. അതുപോലെ ബാക്കിയുള്ള ഒന്നും നമുക്കങ്ങനെ സംശയം വരാൻ സാധ്യതയില്ല. കാരണം വൈറ്റമിൻ എന്ന് പറയുമ്പോഴത്തേക്കും മിൽക്ക് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ അല്ലെങ്കിൽ ഡി എന്നൊക്കെ പറയാമല്ലേ നമുക്ക്, അല്ലേ? ഈ 2 വൈറ്റമിൻ്റെ ഗുഡ് സോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഒരു മേജർ കോൺസ്റ്റന്റ് അല്ലേ സംശയം തോന്നാം. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്, അത് മൈനർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ മേജർ പഠിക്കുക എന്തൊക്കെയാണ്? വാട്ടർ നമുക്കറിയാം, ഫാറ്റ് അറിയാം, ലാക്ടോസ് അറിയാം, പ്രോട്ടീൻ അറിയാം. കൂടെ പഠിച്ചു പോകണം ആഷ് ഓർ മിനറൽസ്. ആഷ് അല്ലെങ്കിൽ മിനറൽസ് അതിലെന്തൊക്കെ പെടും? അതിൽ ഫോസ്ഫറസ് വരും, കാൽഷ്യം വരും, സോഡിയം വരും, ഇതെല്ലാം വരും. അപ്പോൾ ആഷ് ഓർ മിനറൽസ് ഇതാണ് അതിൻ്റെ ഏതിൽ വരുന്നത്? മേജർ കോൺസ്റ്റൻസിൽ എടുത്ത് പഠിക്കേണ്ടതാണ് ആഷ് ഓർ മിനറൽസ് ആണ്. അപ്പോൾ മൈനർ കോൺസ്റ്റൻസ് ബാക്കി എല്ലാം മൈനർ ആണ്, ഇൻക്ലൂഡിങ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഓപ്ഷൻ തെറ്റാണ്. മേജർ കോൺസ്റ്റൻസ് ഓഫ് മിൽക്ക് ഇൻക്ലൂഡ്സ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന പ്രസ്താവന എന്താണ്? തെറ്റാണ് അല്ലേ? വൈറ്റമിൻസ് എന്താണ്? മൈനർ കോൺസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ പ്രസ്താവന വന്നാൽ സംശയം തോന്നാം, തെറ്റാണോ ശരിയാണോ സംശയം തോന്നാം. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇത് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് പഠിക്കലാണ് നമ്മളെ സംബന്ധിച്ച് PSC പഠനം കേട്ടോ. PSC പഠനം എന്ന് പറയുമ്പോൾ എന്താടാ? വ്യക്തമായിട്ട് എന്താ വ്യത്യാസം, എവിടെയാണ് വ്യത്യാസം കിടക്കുന്നത്, ഈ കാര്യങ്ങൾ പഠിക്കലാണ് PSC പഠനം. കാര്യം കാരണവും പഠിക്കലാണ് PSC പഠനം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം ട്രൂ കോൺസ്റ്റിറ്റ്യൂവൻസ്. മിൽക്ക്, ഫാറ്റ്, കെയ്സീൻ ആൻഡ് ലാക്ടോസ് 3 സാധനങ്ങളാണ് ട്രൂ കോൺസ്റ്റിറ്റ്യൂവൻസ്. എന്താണ്? മിൽക്ക്, ഫാറ്റ്, കെയ്സീൻ ആൻഡ് ലാക്ടോസ്. എന്തുകൊണ്ടാണ് ഇതിനെ ട്രൂ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത്? സത്യമായ ഘടകങ്ങൾ അല്ലേ, സത്യമായ ഘടകങ്ങൾ എന്നല്ലേ പറയാൻ പറ്റും. ട്രൂ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാ? എടാ, മിൽക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളൊക്കെ കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ 3 സാധനങ്ങൾ അല്ലേ. മിൽക്ക്, ഫാറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ മിൽക്ക് എന്ന് പറയാൻ കഴിയില്ല, മിൽക്കേ അല്ലത്. അതുപോലെ കെയ്സീൻ ഇല്ല എന്നുണ്ടെങ്കിൽ ലാക്ടോസ് ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട അല്ലെ ബോത്ത് ന്യൂട്രീറ്റീവ് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ പറഞ്ഞ ട്രൂ കോൺസ്റ്റന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ, എക്സെപ്റ്റ് വാട്ടർ. വാട്ടറും എന്താണ്? വാട്ടർ ഇസ് എ മേജർ കോൺസ്റ്റന്റ് ബട്ട് ഇറ്റ്സ് നോട്ട് എ ട്രൂ കോൺസ്റ്റന്റ് മിൽക്ക്. ഓക്കെ, നോക്കാം എന്താണ് ട്രൂ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്? മിൽക്ക്, ഫാറ്റ് വരുന്നുണ്ട്, കെയ്സീൻ വരുന്നുണ്ട്, ലാക്ടോസ് വരുന്നുണ്ട്. മിൽക്ക്, ഫാറ്റ്, കെയ്സീൻ, ലാക്ടോസ്. മിൽക്ക്, ഫാറ്റ്, കെയ്സീൻ, ലാക്ടോസ്. മിൽക്ക്, ഫാറ്റ്, കെയ്സീൻ, ലാക്ടോസ്. ഫാറ്റ്, ലാക്ടോസ്, പ്രോട്ടീൻ അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ എടുത്തു പറയുന്നതാണ് കെയ്സീനാണ് പറയുന്നത്. കെയ്സീനാണ് മേജർ പ്രോട്ടീൻ ഇൻ മിൽക്ക് അല്ലേ. പ്രധാനപ്പെട്ട മിൽക്കിലെ മേജർ പ്രോട്ടീൻ കെയ്സീനാണ്. വേറെയും പ്രോട്ടീൻ ഉണ്ട്. എന്തുണ്ട്? വേ പ്രോട്ടീൻ എല്ലാം ഉണ്ടല്ലേ, വേ പ്രോട്ടീൻസ് എല്ലാം ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താണ് ട്രൂ കോൺസ്റ്റന്റ് നോക്കാം. മിൽക്ക്, ഫാറ്റ്, കെയ്സീൻ ആൻഡ് ലാക്ടോസ്. ഇത്രയും കാര്യം പഠിപ്പിക്കാൻ ഇത്രയും സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല എന്നുള്ളതാണ്. കൺഫ്യൂഷൻ വരാൻ പാടില്ല മക്കളെ. ഓക്കെ ആണ്? ഓക്കെ അല്ലേ? പ്രശ്നമില്ല, മുന്നോട്ട് പോവാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് കോമ്പോസിഷൻ ഓഫ് മിൽക്ക്. ഈ കോമ്പോസിഷൻ എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നേ. എന്താ ചോദിച്ചേ? സ്പീഷീസ് വൈസ് എടുക്കുമ്പോൾ കൗവിന്റെ അല്ലെ വാട്ടർ പെർസെൻറ്റേജ്, കൗവിന്റെ മിൽക്കിലുള്ള വാട്ടറിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 86.6 ആണ്. നമ്മുടെ ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി പ്രകാരമുള്ളത് എത്രയാണ്? 86.6. നിങ്ങൾ ഇതൊന്നും ഗൂഗിൾ സെർച്ച് ചെയ്യാൻ നിൽക്കരുത്. ഗൂഗിൾ സെർച്ച് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വേരിയേഷൻസ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഗൂഗിൾ നോക്കിയിട്ട് പഠിക്കാൻ നിൽക്കരുത്. എവിടെ നോക്കുക? പുസ്തകങ്ങൾ നോക്കി മാത്രം ഇതുപോലുള്ള വാല്യൂസ് പഠിക്കുക. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ, PYQ ആണ്. 86.6. അപ്പോൾ ഇനി കൗ മിൽക്കിലെ ഫാറ്റ് പെർസെൻറ്റേജ് നോക്കാം. 4.6. ഇതാ ഞാൻ പറഞ്ഞ സംശയം വരും. 4.6 തന്നെയാണോ സാറേ? അല്ല, 4% കൗ മിൽക്കുണ്ട്. 4% കൗ മിൽക്കിന് മിൽക്ക് എന്ന് പറയൂലേ? പറയും. FSSAI റെഗുലേഷൻസും ഇവിടെ ഇതുമായിട്ട് നമ്മൾ ഒരിക്കലും കൺഫ്യൂസ് ചെയ്യരുത് കേട്ടോ.
ഓൺ ആൻ ആവറേജ് എത്ര ശതമാനമുണ്ട് കൗ മിൽക്കിൽ എന്ന് ചോദിച്ചാൽ 4.6%. FSSAI റെഗുലേഷൻസ് ഈസ് ആൾവേസ് ഡിഫറൻറ്റ്. അത് സാർ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കുക, ഇതിവിടെ പഠിച്ചു വയ്ക്കാം. ഇത് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം പഠിക്കണം. ഫാറ്റ് പഠിക്കണം. പ്രോട്ടീൻ എത്ര? 3.4. ലാക്ടോസ് എത്ര? 4.9. ആഷ് എത്ര മക്കളെ? 0.7. ഇത്രയും കാര്യങ്ങളല്ലേ എന്താ പഠിക്കുന്നത്? മേജർ കോൺസ്റ്റൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ അല്ലേ? വാട്ടർ പെർസെൻറ്റേജ്, ഫാറ്റ്, പ്രോട്ടീൻ, ലാക്ടോസ് ആൻഡ് ആഷ്. എന്തിൻ്റെ? സ്പീഷീസ് വൈസ് നോക്കുമ്പോൾ കൗവിൻ്റെ. ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. ചാർട്ട് പ്രിപ്പയർ ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ചു വയ്ക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്കൊരിക്കലും മറന്നു പോകാൻ സാധ്യത ഉണ്ടാകില്ല. ഓക്കെ, അതിൻ്റെ കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളടാ. പഠിക്കാൻ വേണ്ടി നമുക്ക് ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട് അല്ലേ? ഒത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വായിച്ച് പഠിക്കാൻ. പലപ്പോഴും അല്ലേ, എല്ലാവരും അങ്ങനെയല്ല. പലപ്പോഴും സ്വാഭാവികമായിട്ടും പണ്ടേ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ് ഫാമിലി എല്ലാം കേട്ട് വളർന്നത് വായിച്ച് 2 അക്ഷരം വായിക്കടാ എന്ന് കേട്ടൊക്കെ പഴകി വളർന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോഴും ഇപ്പോൾ നമ്മൾ പുസ്തകം എടുക്കുമ്പോഴാണ് വായന എന്ന് പറയുമ്പോഴത്തേക്ക്, പഠനം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് വായന എന്നുള്ളതാണ് നമ്മുടെ ഒരു മനസ്സിലുള്ള ഇരിപ്പ്. ഇത് വായിച്ചിട്ട് എന്താണ്? വായിച്ചിട്ട് മനസ്സിലായോ എന്ന് നോക്കുക, വായിച്ചിട്ട് ഓർമ്മ കിട്ടുന്നുണ്ടോ നോക്കുക. എത്ര പേർക്ക് ഓർമ്മ നിൽക്കും? എത്ര ശതമാനം ഓർമ്മ നിൽക്കും? അപ്പോൾ ഓർമ്മ കാണും. അപ്പോൾ ഓർമ്മ കാണുമ്പോഴേ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സംഭവം മടക്കി വയ്ക്കാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ശരിയാണോടാ? ആണ്. അതൊരു ഫാൾസ് കോൺഫിഡൻസ് ആട്ടോ. അത് അതിൽ റിലേ ചെയ്യരുത്, അതിൽ വിശ്വസിക്കരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സാധനം മറന്നു, ഉറപ്പായിട്ടും മറന്നു നിങ്ങൾ. കാര്യം എന്താണെന്നറിയാവോ? ഇതേ നോക്കടാ, ബഫല്ലോ എടുക്കുമ്പോൾ 84.2 വാട്ടർ പെർസെൻറ്റേജ്, അതുപോലെ ഫാറ്റ് 6.6, പ്രോട്ടീൻ 3.9, ലാക്ടോസ് 5.2, ആഷ് 0.8. 0.8 ആണോ 0.7 ആണോ സംശയം അല്ലേ? ഗോട്ട് എടുക്കുമ്പോൾ 86.5 വാട്ടർ പെർസെൻറ്റേജ്, ഫാറ്റ് 4.5, പ്രോട്ടീൻ 3.5, ലാക്ടോസ് 4.7 ആൻഡ് ആഷ് എത്ര? 0.8. അവിടെ മാത്രമേ ഒരു സാമ്യമുള്ളൂ. ഇനി ഹ്യൂമൻ്റെ കൂടെ പഠിച്ചു പോകാം നമുക്ക്. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. വേറെ എന്ത് പഠിച്ചില്ലെങ്കിലും കവും ബഫല്ലോയും നിങ്ങൾ പഠിച്ചിരിക്കണം. ഗോട്ടും ഹ്യൂമനും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജിയിൽ മ്യൂള് തൊട്ട് തുടങ്ങും. മ്യൂള് എല്ലാ ആനിമൽസിൻ്റെയും, ഏറെക്കുറെ എല്ലാ സ്പീഷീസിൻ്റെയും, ഡൊമസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള മിക്കവാറും എല്ലാ സ്പീഷീസിൻ്റെയും എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ പറഞ്ഞ പെർസെൻറ്റേജ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ചോദിച്ചത് വളരെ ബേസിക് ആയിട്ട് കൗവിൻ്റെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി മൊത്തവും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. നിങ്ങളത് മൊത്തം പഠിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അങ്ങനെ ചോദിക്കില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് പഠിച്ചിരിക്കുക, ബഫല്ലോൻ്റെ പഠിച്ചിരിക്കുക. എന്താ? വാട്ടർ, ഫാറ്റ്, പ്രോട്ടീൻ, ലാക്ടോസ്, ആഷ്, ഇത്രയും കാര്യം പഠിച്ചിരിക്കുക. ഗോട്ടും കൂടെ പഠിച്ചാൽ നല്ലത്. 86.5 വാട്ടർ, ഫാറ്റ് പെർസെൻറ്റേജ് 4.5, അതുപോലെ പ്രോട്ടീൻ 3.5, ലാക്ടോസ് 4.7 ആൻഡ് ആഷ് 0.8. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒറ്റ കാര്യം ഉറപ്പിച്ച് പറയാം. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലൊറ്റ കാര്യം പോലും നിങ്ങൾക്ക് മിസ്സാവത്തില്ല. പഠിക്കണ്ട, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ച് നോക്കിയാൽ മാത്രം മതി. എന്താ ചെയ്യണം വെച്ചാൽ, ഞാൻ പണ്ട് പഠിച്ച രീതി ഞാൻ പറയുന്നത്, ലാക്ടോസ് പെർസെൻറ്റേജ് ഇൻ ഗോട്ടിൽ എത്ര ലാക്ടോസ് ഉണ്ട് നമ്മളൊന്ന് ആലോചിക്കുന്നു, അറിഞ്ഞൂടാ, ജസ്റ്റ് നോക്കുന്നു, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ വിഷ്വൽ എയ്ഡിൻ്റെ മെത്തേഡ് കേട്ടോ. ഇതൊരു വിഷ്വൽ എയ്ഡാണ്. ഈ പറഞ്ഞ ചാർട്ട് ഇപ്പോൾ ഒരു വിഷ്വൽ എയ്ഡാണ്. ആ വിഷ്വൽ എയ്ഡ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, ഹ്യൂമൻ പറയുമ്പോൾ വാട്ടർ 87.7 കണ്ടോ? ജലാംശം ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഹ്യൂമനാണ്. കമ്പയർഡ് കേട്ടോ, കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഫാറ്റ് എടുക്കുമ്പോൾ എത്ര? 3.6. പ്രോട്ടീൻ എത്ര? 1.8 ഉള്ളൂ അല്ലേടാ? 1.8 ഉള്ളൂ. ലാക്ടോസ് എടുക്കുമ്പോൾ 6.8 ഉണ്ട്. കൂടുതലല്ലേ? കൂടുതലാണ് ലാക്ടോസ്. എന്തുകൊണ്ടാ? അക്കോർഡിംഗ് ടു ദ എനർജി റിക്വയർമെന്റ്സ് ഓഫ് ദ സ്പീഷീസ്. അതുകൊണ്ടാണ് ആ വ്യത്യാസങ്ങൾ വരുന്നത് കേട്ടോ. അതുപോലെ ആഷ് എടുക്കുമ്പോൾ 0.1 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഇതിനെ എത്ര ആവർത്തിച്ച് പറഞ്ഞ് പഠിപ്പിച്ചാലും നിങ്ങൾ മറന്നു പോകും. ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങളത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി വരരുത് മക്കളെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ചാർട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ കോമ്പോസിഷൻ ഓഫ് മിൽക്ക്. മിൽക്കിന്റെ കോമ്പോസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. കോമ്പോസിഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഇവിടെ നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ സ്പീഷീസ് വൈസ് ആയിട്ട് ഡിഫറൻസ് വരുന്ന കണ്ടില്ലേ? കണ്ടു. വ്യത്യസ്തമായ സ്പീഷീസിൽ വാട്ടർ, ഫാറ്റ്, പ്രോട്ടീൻ, ലാക്ടോസ്, ആഷ് ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ? അപ്പോൾ ഒരു സ്പീഷീസിൽ വ്യത്യസ്തമായ സ്പീഷീസിൽ വ്യത്യാസം വരുന്നു. മിൽക്ക് എന്ന് പറയുമ്പോൾ മിൽക്ക്, അതായത് മാമേലിയൻ മിൽക്ക് എല്ലാത്തിലും എന്തൊക്കെയാണ് വരുന്നത്? വാട്ടറും, ഫാറ്റും, പ്രോട്ടീൻ, ലാക്ടോസും, ആഷും ആണ് പ്രധാനമായിട്ടും വരുന്നത്.
അപ്പൊ എന്താ സംഭവിക്കുന്നേ? വ്യത്യാസങ്ങൾ കണ്ടുവരും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസങ്ങൾ, മാറ്റങ്ങളെല്ലാം അവിടെ കണ്ടുവരും. അപ്പൊ ആ വ്യത്യാസങ്ങളെ, മാറ്റങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം. ഫസ്റ്റ് എന്താണ്? സ്പീഷീസ് അല്ലേ, സ്പീഷീസ്. ഓക്കെ, അപ്പോൾ മിൽക്ക് ഡിഫേഴ്സ് വൈഡ്ലി ഇൻ കോമ്പോസിഷൻ. ഓൾ മിൽക്ക് കണ്ടെയ്ൻസ് സെയിം കൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എല്ലാത്തിലും ഉള്ള കോൺസ്റ്റിറ്റ്യൂൻസ് എല്ലാം സെയിം ആണ്, ബട്ട് ഇൻ വേരിയിങ് എമൗണ്ട്സ്. ഇതാ വ്യത്യാസം വരുന്നത്. എന്താണ്? എമൗണ്ടിൽ വളരെയധികം വ്യത്യാസം വരും അല്ലേ. മിൽക്ക് ഫാറ്റ് ഷോസ് ദ ഗ്രേറ്റസ്റ്റ് ഡെയിലി വേരിയേഷൻ. നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കിടപ്പുണ്ട്. ദ മോസ്റ്റ് വേരിയബിൾ കോൺസ്റ്റന്റ് ഓഫ് മിൽക്ക് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാടാ? മിൽക്ക് ഫാറ്റ് ആണ് കേട്ടോ. മറന്നുപോലെ, ഇത് മറന്നുപോലെ. എന്താണ് മോസ്റ്റ് വേരിയബിൾ കോൺസ്റ്റന്റ് ഓഫ് മിൽക്ക്? മിൽക്കിൽ ഏറ്റവും കൂടുതൽ വേരിയേഷൻ കാണിക്കുന്ന കോൺസ്റ്റന്റ് എന്താണ്? മിൽക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അതിനെന്തായാലും ഡെയിലി വേരിയേഷൻ അടക്കം ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് എന്തിനു വരിക? പ്രോട്ടീന് വേരിയേഷൻ വരിക. വളരെ ചെറിയ വേരിയേഷൻ വരത്തുള്ളൂ. ഫോളോഡ് ബൈ ആഷ് ആൻഡ് ഷുഗർ അല്ലെ. ആഷിനും ഷുഗറിനും വലിയ വേരിയേഷൻ അങ്ങനെ വരത്തില്ല. ഇവിടെ ചോദ്യം ഇതാണ്, എന്താണ് ഏറ്റവും കൂടുതൽ വേരിയേഷൻ കാണിക്കുന്ന മിൽക്കിന്റെ കോൺസ്റ്റന്റ് എന്താണ് ചോദിക്കാം. ഏതാണ്? മിൽക്ക് ഫാറ്റ്. എന്താണ്? മിൽക്ക് ഫാറ്റ്. എന്താണ്? മിൽക്ക് ഫാറ്റ്. കൊഴുപ്പ് കൂടിയ പാല്, കുറഞ്ഞ പാല്, കൊഴുപ്പ് കൂടിയ പാല്, കുറഞ്ഞ പാല് അല്ലേ. യെസ്, ഇനി അത് മറന്നുപോലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സ്പീഷീസ് എപ്പോഴും വ്യത്യാസം വരാം അല്ലേ. ഈച്ച് സ്പീഷീസ് ഈൽഡ്സ് മിൽക്ക് ഓഫ് എ ക്യാരക്ടറിസ്റ്റിക് കോമ്പോസിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്? ഓരോ സ്പീഷീസ് വൈസ് വരുമ്പോഴത്തേക്കും വ്യത്യസ്തമായിട്ടുള്ള കോമ്പോസിഷൻ, ക്യാരക്ടറിസ്റ്റിക് കോമ്പോസിഷൻ ഉണ്ടായിരിക്കും അല്ലേ. അതാണ് നമ്മൾ ആദ്യം സ്പീഷീസ് വൈസുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചത് അല്ലേ. എന്നുവെച്ചാൽ എല്ലാ ബഫലോയ്ക്കും ഈ പറഞ്ഞ പോലെ 6.7 ആയിരിക്കണമെന്നില്ല അല്ലേ. എല്ലാ കാറ്റിലും ഫാറ്റ് 4 ആയിരിക്കണമെന്നില്ല അല്ലേ. അവിടെ പിന്നെ കാറ്റിലിന് ഇടയ്ക്ക് വേരിയേഷൻ ഉണ്ടാവും. പക്ഷേ അക്കോർഡിംഗ് ടു ദ വേരിയേഷൻ സ്പീഷീസ് എന്താ? ഈച്ച് സ്പീഷീസ് ഈൽഡ്സ് മിൽക്ക് ഓഫ് എ ക്യാരക്ടറിസ്റ്റിക് കോമ്പോസിഷൻ. ഉണ്ടാവും. ഓരോ സ്പീഷീസ് വൈസ് ക്യാരക്ടറിസ്റ്റിക് കോമ്പോസിഷൻ ഉണ്ടായിരിക്കും മക്കളെ. അതാണ് എടുത്ത് പറയുന്നത്. എന്താണ് ക്യാരക്ടറിസ്റ്റിക് കോമ്പോസിഷൻ? എന്താണ് ക്യാരക്ടറിസ്റ്റിക് കോമ്പോസിഷൻ എന്ന് പറയും അല്ലേ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് കോമ്പോസിഷൻ ഓരോ സ്പീഷീസിനും ഉണ്ടായിരിക്കും. നിങ്ങളിത് വെറുതെ കേട്ടു വെച്ചാൽ മാത്രം മതി. ചോദ്യം എവിടെ നിന്ന് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അടുത്ത ബ്രീഡ്. ബ്രീഡ്സ് പ്രൊഡ്യൂസിങ് ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് മിൽക്ക് ഈൽഡ്സ് ഓഫ് എ ലോവർ ഫാറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ ഉദാഹരണത്തിന് ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ 100 ലിറ്ററിലേറെ പാല് നമുക്ക് തന്ന് റെക്കോർഡിട്ട ബ്രീഡാണ് മക്കളെ എന്ത്? ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ, അല്ലെങ്കിൽ HF എന്നൊക്കെ നമുക്ക് ഷോർട്ട് ടേമിൽ വിളിക്കാം. HF കേട്ടോ. ഹോളണ്ടുകാരനാണ് ഈ ബ്രീഡ്. ഹോളണ്ട് ആ പേര് തന്നെ ഉണ്ട് കേട്ടോ, ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ. അപ്പോൾ ഹോൾസ്റ്റൈൻ ഫ്രീഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പാല് കിട്ടും. നിങ്ങൾ ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളതുണ്ടായിരിക്കും, പഠിക്കാത്തവരുണ്ടായിരിക്കും. ഉറപ്പായിട്ടും HF എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു പശുവിനെ കണ്ടില്ലേടാ? എന്താണ്? കറുപ്പും വെള്ളയുമുള്ള പശുവില്ലേ, അതാണ് ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ എന്ന് പറഞ്ഞാൽ. കറുപ്പും വെള്ളയുള്ള പശു. അതിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അത് പഠിക്കേണ്ട ആവശ്യമില്ല. വെളുത്ത സ്വിച്ച് ആയിരിക്കും, വാലിൻ്റെ എൻഡ് അവൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് വെളുത്ത സ്വിച്ച് ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ, മസിൽസിൻ്റെ കളറൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നിൽക്കട്ടെ. HFനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. HF എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോകത്തിൽ പാലുൽപാദന ശേഷിയുള്ള അനിമലാണ് എന്ത്? HF എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പാലുൽപാദന ശേഷിയുള്ള ബ്രീഡ് ഇനം എന്ന് പറഞ്ഞാൽ എന്താണ്? HF ആണ്, മറന്നു പോകരുത്. അപ്പോൾ HFന് മിൽക്കിന്റെ ഈൽഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? എന്ത് കുറയും? ഫാറ്റ് പെർസെൻറ്റേജ് താഴോട്ടിരിക്കും അല്ലേ. നോക്കാം, ബ്രീഡ്സ് പ്രൊഡ്യൂസിങ് ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് മിൽക്ക് ഈൽഡ്സ് മിൽക്ക് ഓഫ് എ ലോവർ ഫാറ്റ് പെർസെൻറ്റേജ്. കൂടുതൽ പാല് കൂടിയാൽ, അതായത് ബ്രീഡിനനുസരിച്ച് പാലിന് വ്യത്യാസം ഉണ്ടാവും, പ്രൊഡക്ഷൻ വ്യത്യാസം ഉണ്ടാവും. ആ പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ആ ബ്രീഡിന് എന്തായിരിക്കും? ഫാറ്റ് പെർസെൻറ്റേജ് കുറവായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ലോജിക്കാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ക്രോസ് ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 2 അനിമൽസാണ്. ഒന്ന് ഹോൾസ്റ്റൈൻ ഫ്രീഷ്യനും, 2 ജേഴ്സി എന്ന് പറയുന്ന അനിമലും. നേരത്തെ നമുക്ക് ബ്രൗൺ സിസ് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ബ്രൗൺ സിസിൻ്റെ സീമൻ അവൈലബിൾ അല്ല. കാരണം അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. റസിസ് ബ്രൗൺ ഡിസ്കണ്ടിന്യൂ ചെയ്തു. നിങ്ങൾ ചിലപ്പോൾ ഇൻഡോസിസ് പ്രോജക്റ്റ് കണ്ടിട്ടുണ്ടാവും മാട്ടുപ്പെട്ടിയിൽ. അപ്പോൾ ബേസിക്കലി നമ്മുടെ ക്രോസ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞ പോളിസി അഡോപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം കൊണ്ടുവന്നത് നമ്മുടെ ഈ ഒരു സീമനാണ്. ഇപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. നിലവിൽ HFും ജേഴ്സിയും, ഇതിൽ നമ്മൾ HFനെയും ജേഴ്സിയെയും ബ്രൗൺസിനെയും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ആർക്കാണ്? HFനാണ്. അതിൽ ഏറ്റവും കുറവ് പ്രൊഡക്ഷൻ അതിനാണ് ജേഴ്സിക്കാണ്. അപ്പോൾ ജേഴ്സിയുടെ പാലിന് എന്തായിരിക്കും? താരതമ്യേന ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെ അല്ലേടാ? അത്രയേ ഉള്ളൂ ബ്രീഡ് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇൻഡിവിജ്വാലിറ്റി നോക്ക. എൻ്റെ വീട്ടിൽ 10 HFന്റെ ആനിമൽസ് ഉണ്ടെന്ന് വെച്ചോളൂ. 10 HFന്റെ ആനിമൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഈൽഡുള്ള ഒരു ബ്രീഡാണ്. അതുകൊണ്ട് എല്ലാത്തിനും ഒരേപോലെ കിട്ടുമോ പാല്? ഇല്ല, കിട്ടില്ല. നോക്ക, ഈച്ച് കൗ ടെൻസ് ടു ഈൽഡ് എ മിൽക്ക് ഓഫ് എ കോമ്പോസിഷൻ ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ. കണ്ടോ കണ്ടോ എന്തിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക് പഠിച്ചു? ഒന്ന് സ്പീഷീസ് വൈസ് ക്യാരക്ടറിസ്റ്റിക് കോമ്പോസിഷൻ ഉണ്ടായിരിക്കും പഠിച്ചു. 2 എന്താ പഠിച്ചേ? ബ്രീഡ് വൈസ് ക്യാരക്ടറിസ്റ്റിക് കോമ്പോസിഷൻ ഉണ്ടായിരിക്കും പഠിച്ചു. അത് കഴിഞ്ഞ് ഇൻഡിവിജ്വാലിറ്റി ഈസ് ആൾസോ വെരി 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 ഇമ്പോർട്ടൻ്റ് അല്ലേ? അല്ലേ? അല്ലേടാ? അല്ലേ? ആണ്.
യേശുദാസും ചിത്രയും തമ്മിൽ വിവാഹം കഴിച്ചു, അവർക്ക് 10 കുട്ടികളുണ്ടെന്ന് വെച്ചാൽ 10 പേർക്കും പാട്ട് പാടാനുള്ള ശേഷി ഒരുപോലെ ആയിരിക്കുമോ? ഇല്ല, വ്യത്യസ്തമായിരിക്കും. ഇൻഡിവിജ്വാലിറ്റി മാറ്റേഴ്സ് അല്ലേ? നമുക്ക് ഈച്ച് കൗ ടെൻസ് ടു yield a milk of a composition that is characteristics of the individual അല്ലേ? ഓക്കെ, അപ്പൊ ആ കോമ്പോസിഷൻ എങ്ങനെ വ്യക്തികൾ അനുസരിച്ചും വ്യക്തിഗതമായിട്ടും വ്യത്യാസം ഉണ്ടാകാം. ഒന്നെന്തൊക്കെ പഠിച്ചേ? സ്പീഷീസ് പഠിച്ചു, ബ്രീഡ് പഠിച്ചു, അതുപോലെ ഇൻഡിവിജ്വാലിറ്റി പഠിച്ചു. ഓക്കെ, ഇനി നോക്കാം. ഇനി ഒരു അനിമലിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇൻഡിവിജ്വലിലേക്ക് എത്തി നമ്മൾ. എൻ്റെ വീട്ടിൽ 10 പശുവുണ്ട്. 10 പശുവുണ്ട്, 10 HF പശുവുണ്ട്. അതിൽ ഒരു പശുവിൽ ഇനി എന്തൊക്കെ കോമ്പോസിഷനിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരാം, അതിൻ്റെ ആ ഒരു അനിമലിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന ഘടകങ്ങൾ എന്തൊക്കെ എന്നൊക്കെ നോക്കാൻ പോകും. നോക്കാം. ഇന്റർവെൽ ഓഫ് മിൽക്കിംഗ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർവെൽ ഓഫ് മിൽക്കിംഗ് എന്താണ്? ലോങ്ങർ ഇന്റർവെൽ ഈസ് അസോസിയേറ്റ് വിത്ത് മോർ മിൽക്ക് വിത്ത് ലെസ് ഫാറ്റ് പെർസെൻറ്റേജ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു ക്ലോക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഓഫ് മിൽക്കിംഗ്, ഇവിടെ ഒരു പോയിന്റ് ഓഫ് ടൈം ഇൻ മിൽക്കിംഗ് അല്ലേ? മിൽക്കിംഗ് 2 പോയിന്റ് ഓഫ് ടൈം നമ്മൾ എടുത്ത് പറഞ്ഞു. ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ ഗവൺമെൻറ് ഫാമിലൊക്കെ ആണെങ്കിൽ മിൽക്കിംഗ് മിക്കവാറും 3 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 1 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ദർ ഈസ് എ ഡിഫറൻസ് ഇൻ ദ ടൈം അല്ലേ? ഈ ടൈമിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ എപ്പോഴായിരിക്കും പാല് കൂടുതൽ? പറ, ഒന്നാലോചിച്ചോക്ക്. ഈ ടൈമിലായിരിക്കും പാല് കൂടുതൽ, കാരണം ഇവിടെ സമയം കൂടുതലാ. പാല് കൂടുമ്പോൾ എന്ത് സംഭവിക്കൂടാ? എന്ത് സംഭവിക്കും? ഫാറ്റ് പെർസെൻറ്റേജ് കുറയും അല്ലേ? അപ്പോൾ രാവിലെ കിട്ടുന്ന പാലിന് കൂടുതൽ പാല് കിട്ടും, അതേസമയം അത് എന്താണ്, ഫാറ്റ് പെർസെൻറ്റേജ് അതിൽ കുറവായിരിക്കും. അപ്പോൾ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിലോ, ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ 3 മണിക്കാണ് നമ്മൾ മിൽക്ക് ഔട്ട് ചെയ്തത്, ഇവിടെ ഉച്ചയ്ക്ക് 1 മണിക്ക് മിൽക്ക് ഔട്ട് ചെയ്യുന്നു. ഇവിടെയും 3 മണി, ഉച്ചയ്ക്ക് 3 മണിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഡിഫറൻറ്റ് ആവത്തില്ല, ഏകദേശം സെയിം ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര കുറച്ച് സമയമുള്ളൂ. അപ്പോൾ പാല് എന്താണ്, പാലിൻ്റെ അളവ് കുറയും, മിൽക്കിൻ്റെ ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് കൂടും. ഫാറ്റിൻ്റെ അളവല്ല കൂടുന്നത്, പെർസെൻറ്റേജാണ് കൂടുന്നത് അല്ലേ? പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ നമുക്ക് കൂടുതൽ പാല് കിട്ടും, അപ്പോൾ എന്ത് കുറയും? ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് കുറയും. ഇത്രയേ ഉള്ളൂ. ഇനി കംപ്ലീറ്റ്നെസ് ഓഫ് മിൽക്കിംഗ്. മിൽക്കിൻ്റെ കംപ്ലീറ്റ്നെസ്സിനും വളരെ സുപ്രധാനമായിട്ടുള്ള പങ്കുണ്ട്. എന്തിൽ? മിൽക്കിൻ്റെ കോമ്പോസിഷനിൽ. എന്തുകൊണ്ടെന്നറിയാമോ? എന്തുകൊണ്ടാണ്? ദ ലൈറ്റസ്റ്റ് കമ്പോണൻ്റ് ഓഫ് മിൽക്ക് ഏതാണ്? ഫാറ്റാണ്. മിൽക്ക് ഫാറ്റാണ് ലൈറ്റസ്റ്റ് കമ്പോണൻ്റ് ഓഫ് മിൽക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്താണ് ലൈറ്റസ്റ്റ് കമ്പോണൻ്റ് ഓഫ് മിൽക്ക്? ഫാറ്റാണ്. ഫാറ്റ് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കും? അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും അല്ലേ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താണ് ഞാൻ എന്തുകൊണ്ട് ലൈറ്റസ്റ്റിൻ്റെ കാര്യം പറഞ്ഞറിയാമോ? നമ്മൾ ഒരു അനിമലിനെ മിൽക്ക് ഔട്ട് ചെയ്യുന്നു. മിൽക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അഡറിൻ്റെ സ്ട്രക്ചർ ഒന്നും പഠിക്കാനല്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു അനിമലിൻ്റെ അഡർ എടുത്തു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് മാൻ, ഓക്കെ, നമുക്ക് എപ്പോഴും മിൽക്ക് പ്രൊഡ്യൂസിങ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആൽവിയോളൈ ആയിരിക്കും മക്കൾ. എന്താണ്? ആൽവിയോളൈ ആയിരിക്കും. നിങ്ങൾ ലങ്സിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ ആൽവിയോളൈ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലേ? എന്താണ് ദ എൻഡ് യൂണിറ്റ് അല്ലേ? നമ്മുടെ ഓരോ ലോബ്യൂളിൻ്റെയും എൻഡ് യൂണിറ്റാണ് ആൽവിയോളൈ അല്ലേ? അവിടെ ആൽവിയോളൈ ഈസ് ആൾവേസ് സറൗണ്ടഡ് വിത്ത് എന്ത്? ബ്ലഡ് വെസൽസ് അല്ലേ? മൈന്യൂട്ടറി ബ്ലഡ് വെസൽസ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ അഡറിൻ്റെയും യൂണിറ്റ്, മിൽക്ക് പ്രൊഡ്യൂസിങ് യൂണിറ്റ്സ് എന്താ മക്കളെ? ആൽവിയോളൈ ആണ്. ആൽവിയോളയുടെ എൻഡിൽ ടെർമിനൽ ഡക്റ്റ് ഉണ്ടായിരിക്കും. അതെല്ലാം കൂടി ചേർന്ന് ആദ്യം ഒരു ലോബ്യൂൾ ഉണ്ടാകും, പിന്നെ വലിയ ലോബ് ഉണ്ടാകും, അതിൽ കുറേ ലോബ്യൂൾസ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ നമ്മുടെ അഡറിൻ്റെ ബൾക്ക് എന്ന് പറയുന്ന ഭാഗം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ഗ്ലാൻഡ് സിസ്റ്റേൺ ഉണ്ടായിരിക്കും ഈ ഭാഗത്ത്, പിന്നെ ഇവിടെ ടീത്ത് സിസ്റ്റേൺ ഉണ്ടായിരിക്കും. അങ്ങനെ 2 സിസ്റ്റേണിലും പാല് നിറഞ്ഞു നിൽക്കും. അതിനോടൊപ്പം ഈ പറഞ്ഞ ആൽവിയോളൈസിലും പാല് നിറഞ്ഞു നിൽക്കും. അവിടെ നിൽക്കുന്ന പാല് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? മിൽക്ക് ഔട്ട് ചെയ്യുന്നത് അല്ലേ? മിൽക്ക് ഔട്ട് ചെയ്ത് തുടങ്ങാൻ നേരത്ത് എന്ത് സംഭവിക്കും? മിൽക്ക് ലെറ്റ് ഡൗൺ സംഭവിക്കും. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുതരാം. മിൽക്ക് ലെറ്റ് ഡൗൺ ഹോർമോൺ എന്ന് ഓർത്ത് വെച്ചു. എന്താണ്? ഓക്സിറ്റോസിനാണ് മിൽക്ക് ലെറ്റ് ഡൗൺ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്സിറ്റോസിൻ. മദറിങ് ഹോർമോൺ എന്നും അറിയപ്പെടുന്നതാണ് ഓക്സിറ്റോസിനാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞെന്താണ്? മിൽക്കിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? മിൽക്കിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി പോയിട്ട് മിൽക്കിങ്ങിൻ്റെ ചേഷ്ടകളെല്ലാം കാണിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? വാഗസ് നെർവ് സ്റ്റിമുലേഷൻ പോകും. സ്റ്റിമുലേഷൻ പോകുന്നതിൻ്റെ കാരണം കൊണ്ട് എന്താണ്? ഓക്സിറ്റോസിൻ റിലീസാകും. മദറിങ് ഹോർമോൺ അല്ലേ? പാരന്റിങ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പാല് ചുരത്തി കൊടുക്കണ്ടേ? യെസ്, അതാണ് ഓക്സിറ്റോസിൻ. അപ്പോൾ ഓക്സിറ്റോസിൻ വരുമ്പോഴത്തേക്ക് എന്താണ്? പാൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മിൽക്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? മിൽക്ക് ഔട്ട് ചെയ്തെടുക്കുന്നത്. റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്ന മിൽക്ക് ഏതാ മക്കളെ? ഈ പറഞ്ഞ ടീത്ത് സിസ്റ്റേണിലും ഗ്ലാൻഡ് സിസ്റ്റേണിലും നിൽക്കുന്ന മിൽക്കാണ് അല്ലേ? അതിന് മുകളിലോട്ടല്ലേ ബാക്കി മിൽക്കെല്ലാം നിൽക്കുക. ഏറ്റവും ലൈറ്റസ്റ്റ് കമ്പോണന്റ് എന്താണ്? ഫാറ്റ് അല്ലേ? ആണ്.
ആണ്. പിന്നെ ഫാറ്റിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഈ പറഞ്ഞ ആൽവിയറുടെ ഭിത്തികൾ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് ഫാറ്റ്. ഓക്കെ, അപ്പോൾ ദർ ഈസ് എ ഡിഫറൻസ്, ദർ വിൽ ബി എ ഡിഫറൻസ്. നോക്ക്, ഇഫ് ദ കവ് ഈസ് കംപ്ലീറ്റ്ലി മിൽക്ക്ഡ് ഔട്ട്, എന്താണ്? ടെസ്റ്റ് ഈസ് നോർമൽ, ഇഫ് നോട്ട് ഇറ്റ് ഈസ് ലോവർ. എന്താ ഈ പറഞ്ഞിരിക്കുന്നത്? ഫാറ്റ് പെർസെൻറ്റേജ് ടെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം കറക്കുന്ന പാലിനെ സംബന്ധിച്ചിടത്തോളം ഫാറ്റ് പെർസെൻറ്റേജ് താരതമ്യേന വളരെ വളരെ കുറവായിരിക്കും. എന്താ കാര്യം? ഫാറ്റ് ലൈറ്റസ്റ്റ് കമ്പോണന്റ് ആണ്, താഴെ നിൽക്കണമെന്നില്ല, അത് മുകളിലോട്ട് പൊന്തി പോവല്ലേ? പോവില്ലടാ, പോവും. ഓക്കെ, അതുപോലെ നോക്ക്, അപ്പോൾ ആദ്യത്തെ കുറച്ച് സ്ട്രിപ്സിനെ നമ്മൾ ഫോർ മിൽക്ക് എന്ന് പറയും. സാധാരണ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഫോർ മിൽക്ക് ഡിസ്കാർഡ് ചെയ്യാറുണ്ട്. അവർ നിൽക്കട്ടെ, എന്തായാലും ആദ്യം വരുന്ന പാലിന് നമ്മൾ എന്ത് പറയും? ഫോർ മിൽക്ക് എന്ന് പറയും. അതിൽ ഫാറ്റ് പെർസെൻറ്റേജ് തീരെ കുറവായിരിക്കും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. ഇനി ഒരു മിൽക്കർ എന്ത് ചെയ്യുന്നില്ല? ഈ മിൽക്കിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അയാൾ മടി പിടിച്ചിട്ട് കുറെ മിൽക്ക് അവിടെ നിർത്തിയിട്ട് മതിയാക്കി പോവാണ്. തീർന്നെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ കാണിച്ചിട്ട് പോവാണ്. എന്താ സംഭവിക്കുക? ഏറ്റവും കൂടുതൽ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള അവസാനത്തെ തുള്ളികൾ നമുക്ക് നഷ്ടപ്പെടും അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് മിൽക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കോമ്പോസിഷനുള്ള പാല് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേടാ? ഇന്റർവെൽ ഓഫ് മിൽക്കിങ്ങിന്റെ ഇമ്പാക്ട് പറഞ്ഞോ, അതുപോലെ കംപ്ലീറ്റ്നെസ് ഓഫ് മിൽക്കിങ്ങിന്റെ ഇമ്പാക്ട് പറഞ്ഞു അല്ലെ? മിൽക്ക് ഔട്ട് ചെയ്തില്ല, കംപ്ലീറ്റ് മിൽക്ക് ഔട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? നോർമൽ കോമ്പോസിഷനുള്ള പാല് കിട്ടത്തില്ല. എന്തായാലും ഫാറ്റ് പെർസെന്റേജ് വേരി ചെയ്യല്ലേ? വലിയ വേരിയേഷൻസ് ഉണ്ടാകും, മറന്നു പോകരുത് കേട്ടോ. ഇനി നോക്കാം, ഫ്രീക്വൻസി ഓഫ് മിൽക്കിംഗ്. എന്താണ്? ഇഫ് ദ കൗ ഈസ് ഗെറ്റിംഗ് മിൽക്ക്ഡ് മോർ ദാൻ ട്വൈസ് എ ഡേ വിത്ത് 3-4 there it has no great effect on the fat test അല്ലേ? ഫാറ്റ് ടെസ്റ്റിൽ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെ അല്ലേടാ? ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മൾ 3-4 തവണയൊക്കെ ഒരു പശുവിന് നമ്മൾ മിൽക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ആ ഫാറ്റ് ടെസ്റ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇനി നമുക്ക് നോക്കാം, ഇറഗുലാരിറ്റി ഓഫ് മിൽക്കിംഗ്. റെഗുലറായിട്ട് മിൽക്ക് ചെയ്യുന്നില്ല. എന്താ സംഭവിക്കുന്നത്? ഫ്രീക്വന്റ് ചേഞ്ച് ഇൻ ദ ടൈം ആൻഡ് ഇന്റർവെൽ ഓഫ് മിൽക്കിംഗ് റിസൾട്ട്സ് ഇൻ ലോവർ ടെസ്റ്റ് അല്ലെ? ലോവർ ടെസ്റ്റ് റിസൾട്ട് ഉണ്ടായിരിക്കും. അതായത് എത്രയേ ഉള്ളൂ, നമ്മൾ ഇന്ന് 1 മണിക്ക് കറന്നു, നാളെ 2 മണിക്ക് കറന്നു, അതുപോലെ പിറ്റേ ദിവസം 3 മണിക്ക് കറന്നു, വ്യത്യാസം ഉണ്ടാവും അല്ലേ? എന്താണ്? ടെസ്റ്റ് റിസൾട്ട് വേരി ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഫാറ്റിന്റെ റിസൾട്ട് ഒക്കെ ഉറപ്പായിട്ടും അതിനകത്ത് വേരിയേഷൻ ഉണ്ടാവും. ഇനി ഡേ ടു ഡേ മിൽക്കിംഗ്, ഓരോ ദിവസം അല്ലേ? ദിവസം എന്താ സംഭവിക്കുക? ആൻഡ് ഇൻഡിവിജ്വൽ കൗ മേ ഷോ വേരിയേഷൻസ് ഡേ ടു ഡേ. ദിവസങ്ങൾക്ക് അനുസരിച്ച് വേണമെങ്കിൽ വ്യത്യാസം വരാം അല്ലേ? ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഇന്ന് കിട്ടിയ അതേ പാല് തന്നെ നാളെ കിട്ടണമെന്നില്ല, അളവ് കിട്ടണമെന്നില്ല. അതുപോലെ ഇന്നത്തെ ഫാറ്റ് പെർസെന്റ് തന്നെ നാളെ ഉണ്ടാവണം നിർബന്ധമില്ല. അതിനെ പല കാര്യങ്ങൾ ബാധിക്കും, ഇൻക്ലൂഡിങ് ഫീഡിങ്ങിന്റെ കാര്യങ്ങൾ ബാധിക്കും. അതുപോലെ അതിന്റെ ഹെൽത്ത് കണ്ടീഷൻസ് ബാധിക്കും. ഇൻ കേസ് അത് ഹീറ്റിലേക്ക് പോവുകയാണ്, അനിമൽ ഹീറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാധിക്കും. ഓക്കെ, അതെല്ലാം എന്താണ്? ഡേ ടു ഡേ വേരിയേഷൻസിന് കാരണമാകും എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ്സ് നമുക്ക് അവസാനം നോക്കാം കേട്ടോ. ഡേ ടു ഡേ മിൽക്കിങ്ങിലും ഒരു ഇൻഡിവിജ്വൽ കൗവിന് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുപോലെ എന്താണ്? ഡിസീസ് ആൻഡ് അബ്നോർമൽ കണ്ടീഷൻസ് നോക്കാം. ദീസ് ടെൻഡ് ടു ആൾട്ടർ ദ കോമ്പോസിഷൻ വെൻ ദർ വിൽ ബി എ ഫോൾ ഇൻ മിൽക്ക് ഈൽഡ് അല്ലേ? എന്താണ്? ഡിസീസ് ഉണ്ടാകുമ്പോൾ, അസുഖം ഉണ്ടാകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും മിൽക്ക് ഈൽഡിൽ കുറവുണ്ടാകും. മിൽക്ക് ഈൽഡ് കുറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മറ്റുള്ള വ്യത്യാസങ്ങൾ, ഫാറ്റ് പെർസെൻറ്റേജിൽ വ്യത്യാസമൊക്കെ വരാം അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ അല്ലേടാ? ഇനി നമുക്ക് നോക്കാം പോർഷൻ ഓഫ് മിൽക്കിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോർഷൻ ഓഫ് മിൽക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു, കംപ്ലീറ്റ് മിൽക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കാര്യം അവിടെ പറഞ്ഞതാണ്. എന്താണ്? ഫോർ മിൽക്ക് ഈസ് ലോവർ ഇൻ ഫാറ്റ് കണ്ടന്റ് ലെസ് ദാൻ 1%. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്താണ് ഫോർ മിൽക്ക് എന്ന് പറയുമ്പോൾ? എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യത്തെ കുറച്ച് സ്ട്രിപ്സിനാണ് ഫോർ മിൽക്ക് എന്ന് പറയുക. അത് എന്താണ്? ഫാറ്റ് കണ്ടന്റ് വളരെ കുറവാണല്ലേ? വൈൽ സ്ട്രിപ്പിങ്സ് എന്ന് പറയുമ്പോൾ അവസാനം നമ്മൾ കറന്നെടുക്കുന്ന പാലാണ്. അതിന് വളരെ ഏറ്റവും കൂടുതൽ ഫാറ്റ് കണ്ടന്റ് എവിടെയായിരിക്കും? സ്ട്രിപ്പിങ്സിലായിരിക്കും, 10% അല്ലേ? നിയർലി 10%. ഓക്കെ, അപ്പൊ നോക്ക്, അതർ കോൺസ്റ്റൻസ് ആർ ഓൺലി സ്ലൈറ്റ്ലി അഫക്റ്റഡ്. മറ്റുള്ള കോൺസ്റ്റൻസ് വലിയ വേരിയേഷൻസ് ഒന്നും വരാൻ സാധ്യത ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അവിടെ കംപ്ലീറ്റ്നെസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആ കാര്യങ്ങൾ അവിടെ കവർ ചെയ്തിട്ടുണ്ട്. പോർഷൻ ഓഫ് മിൽക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പോർഷൻ ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഒന്നുകൂടെ നോക്കാം. എന്താണ്? ഫോർ മിൽക്ക് എന്ന് പറയുമ്പോൾ 1% താഴെ ആയിരിക്കും എന്ത്? ഫാറ്റ് പെർസെൻറ്റേജ് അല്ലേ? ഫോർ മിൽക്ക് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. എന്താ ഫോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ? ഫോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പശുവിനെ കറവ തുടങ്ങുമ്പോൾ ആദ്യം കിട്ടുന്ന മിൽക്കാണ് ഫോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ. അതെന്താണ്? ഫാറ്റ് കണ്ടന്റ് വളരെ കുറവാണ്. അതുപോലെ എന്താണ് അതിന്റെ കാരണമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ? ഓക്കെ, അതുപോലെ എന്താണ്? സ്ട്രിപ്പിങ്സ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡ്രോപ്സ് ഓഫ് അല്ലെ? അവസാനം കിട്ടുന്ന പാല്. എന്തുകൊണ്ടാണ് ഈ അവസാനത്തെ ഡ്രോപ്സിനെ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്? അതും പറഞ്ഞുതരാം. പ്രധാനമായിട്ടും 3 മെത്തേഡ്സ് ഓഫ് മിൽക്കിംഗ് ആണ് നമ്മൾ ഉള്ളത്. അതിനകത്ത് ഒരെണ്ണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്ന തരത്തിലുള്ള മിൽക്കിംഗ് ആണ്. പോട്ടെ, എന്തായാലും ഞാൻ പറഞ്ഞുതരാം. തമ്പിങ് ഉണ്ട്, നക്ലിംഗ് ഉണ്ട്, അതേപോലെ സ്ട്രിപ്പിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ തമ്പിങ് നക്ലിംഗ് അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് പഠിക്കേണ്ട. എന്നാലും സ്ട്രിപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ടീറ്റ് എന്ന് പറയുന്ന സാധനം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് മിൽക്ക് ഔട്ട് ചെയ്യുന്ന മെത്തേഡിനാണ് സ്ട്രിപ്പിംഗ് എന്ന് വിളിക്കുക. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും, 2 വിരൽ വെച്ചാണ് ഇതിങ്ങനെ ലാസ്റ്റ് മിൽക്ക് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്
അത് വളരെ കുറച്ച് പാലേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അതേപോലെ ചെറിയ ടീറ്റ് ആണെങ്കിലും എങ്ങനെ നമുക്ക് ഈ സ്ട്രിപ്പിംഗ് മെത്തേഡ് മാത്രമേ അഡോപ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ കേട്ടോ. ഓക്കെ, ആ മെത്തേഡ്സ് പഠിക്കാനല്ല, നമുക്ക് അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ സ്ട്രിപ്പിംഗ് വഴിയാണ് എന്ത് ഈ പറഞ്ഞ സാധനത്തെ പുറത്തെടുക്കുക, അവസാനത്തെ ലാസ്റ്റ് ഡ്രോപ്സ് ഓഫ് മിൽക്കിനെ പുറത്തെടുക്കുക. അതുകൊണ്ട് എന്ത് വിളിക്കുക അതിനെ? സ്ട്രിപ്പിംഗ്സ് എന്ന് വിളിക്കുക. അപ്പോൾ നോക്ക്, സ്ട്രിപ്പിംഗ്സ് ആർ എന്താണ്? ഹയസ്റ്റ് അല്ലേ? എന്താണ് സ്ട്രിപ്പിംഗ്സ് വരുമ്പോഴത്തേക്ക് എന്താണ്? ഫാറ്റ് പെർസെൻറ്റേജ് ഏറ്റവും കൂടുതലായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, അതുപോലെ എന്താണ് സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ? ദ ഫസ്റ്റ് സെക്രീഷൻ ആഫ്റ്റർ കാവിംഗ് ഈസ് കോൾഡ് കൊളസ്ട്രം. ഒരു ചോദ്യം കേട്ടോ, എന്താണ് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ മിൽക്ക്, നമ്മൾ കന്നിപ്പാൽ എന്നൊക്കെ മലയാളത്തിൽ പറയും, കന്നിപ്പാൽ അല്ലേ? കന്നിപ്പാൽ എന്താ കന്നിപ്പാലിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ലാക്സേറ്റീവ് എഫക്റ്റ് ഉണ്ടായിരിക്കും ഒന്ന്. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇമ്മ്യൂണോഗ്ലോബുലിൻസിലാൽ സമ്പുഷ്ടമായിരിക്കും. ഈ നമ്മുടെ പാല് കുടിക്കുന്ന കുട്ടിക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള റെഡിമെയ്ഡ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഇമ്മ്യൂണിറ്റിയെ കുറിച്ചുകൂടെ അധികം പഠിക്കാനില്ല, എന്നാലും കൊളസ്ട്രോളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞുതരാം. കൊളസ്ട്രം ക്യാൻ ഗിവ് പാസീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണിറ്റി, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് അങ്ങോട്ട് ഒരുപാട് പോകുന്നില്ല. എന്നാൽ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതുമൂലം നമ്മുടെ ശരീരം ജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആന്റിബോഡീസ് ആണ് നമുക്ക് എന്ത് തരിക? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി തരിക അല്ലേ? പക്ഷേ ഇതെന്താണ്? ഡയറക്റ്റ് ആന്റിബോഡി കുട്ടിക്ക് കൊടുക്കുകയാണ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആയിട്ട് കുട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു റെഡിമെയ്ഡ് ഇമ്മ്യൂണിറ്റിയാണ് കൊളസ്ട്രോൾ കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ? എന്താണ്? ആദ്യം കുട്ടിക്ക് കൊടുക്കുന്ന പാലിനെയാണ് നമ്മൾ എന്താ പറയുക? കൊളസ്ട്രോൾ എന്ന് പറയാം. ഓക്കെ, പ്രധാനമായിട്ടും കാവിങ്ങിന് അല്ലെങ്കിൽ എന്താണ് ആക്ട് ഓഫ് പാർച്ചറേഷന് 4 ദിവസം മുന്നേയും 4 ദിവസം ശേഷവും ഇൻ ബിറ്റ്വീൻ ഈ ടൈമിലാണ് എന്തുണ്ടാവുക? ഈ പറഞ്ഞ കൊളസ്ട്രോൾ അവൈലബിൾ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ കൊളസ്ട്രോൾ ഈസ് വെരി ഡിഫറെന്റ് ഫ്രം മിൽക്ക് ഇൻ ഇറ്റ്സ് കോമ്പോസിഷൻ ആൻഡ് ജനറൽ പ്രോപ്പർട്ടീസ്. ജനറൽ പ്രോപ്പർട്ടീസ് വരെ വ്യത്യാസമാണ് അല്ലേ? സാധാരണ മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് വിൽ നെവർ കർഡിൽ ഓൺ ബോയിലിംഗ്, ദാറ്റ് ഷുഡ് നോട്ട് കർഡിൽ ഓൺ ബോയിലിംഗ് എന്നുള്ളതാണ്. ഓക്കെ, വിൽ നെവർ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, വേണമെങ്കിൽ കർഡിൽ ചെയ്യാം. എങ്ങനെ? അത് ചീത്തയായപ്പോൾ കട്ട് ചെയ്യാം. മിൽക്ക് വൃത്തിയുള്ളതാണ്, നശിക്കാത്ത മിൽക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാൽ അത് എന്താകാൻ പാടില്ല? കട്ടി പിടിക്കാനോ പിരിഞ്ഞു പോകാനോ പാടില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ചീത്തയാകാത്ത നല്ല കൊളസ്ട്രോൾ ആണെങ്കിൽ നമുക്ക് തിളപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതിന്റെ ജനറൽ പ്രോപ്പർട്ടീസിൽ വരെ വ്യത്യാസമുണ്ട് അല്ലേ? അതിന്റെ ജനറൽ പ്രോപ്പർട്ടീസിൽ വരെ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ ഈസ് ആൾവേസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫസ്റ്റ് സെക്രീഷൻ ആഫ്റ്റർ കാവിങ് എന്താ വിളിക്കുക? കൊളസ്ട്രോൾ എന്ന് വിളിക്കുക. അത് സാധാരണ പാലുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസിലും കോമ്പോസിഷനിലും എല്ലാം വലിയ വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേടാ? ഓക്കെ, അപ്പോൾ സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും എന്തിനെ ബാധിക്കും? കോമ്പോസിഷൻ ഓഫ് മിൽക്കിനെ ബാധിക്കും. അതുപോലെ ഈൽഡ് നോക്കാം. നേരത്തെ പറഞ്ഞു എന്താണ്? ഒരു സിംഗിൾ കൗ there is a tendency for increased yields to be accompanied by a lower fat percentage and vice versa. ഇത്രയേ ഉള്ളൂ. ഇന്ന് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പശുവിന് 15 ലിറ്റർ പാല് കിട്ടി. നാളെ എനിക്കത് 15 ലിറ്റർ കിട്ടിയില്ല, 13 ലിറ്ററേ കിട്ടിയുള്ളൂ. അപ്പോൾ 15 ലിറ്റർ കിട്ടുമ്പോഴത്തേക്കും സംഭവിക്കാൻ സാധ്യതയുണ്ടോ മക്കളെ? എന്ത് പറയും? ഫാറ്റ് പെർസെൻറ്റേജ് കുറയാൻ സാധ്യതയുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ഒറ്റ കൗവിന് ഇന്ന് ഈൽഡ് കൂടുതലാണെങ്കിൽ ഫാറ്റ് പെർസെൻറ്റേജ് കുറയാനുള്ള സാധ്യത ഉണ്ട്. നാളെ ഈൽഡ് കുറവാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് പെർസെൻറ്റേജ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് വൈസ് വേഴ്സയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആകും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്ന കാര്യമാണ്. ഓക്കെ, അതായത് പ്രൊഡക്ഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് പെർസെൻറ്റേജ് കുറയാൻ സാധ്യതയുണ്ട്, പ്രൊഡക്ഷൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് പെർസെൻറ്റേജ് കൂടാനും സാധ്യതയുണ്ട്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഒന്നും കൂടെ പറഞ്ഞു പോകാം, പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകാം. അവസാന ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ ഉത്തരങ്ങൾ ഒന്നൊന്നിട്ട് ആൻസർ ചെയ്യുമ്പോൾ സംഗതി വളരെ ക്ലിയർ ആവും. ഇനി ഫീഡിങ് നോക്കാം. എന്താ ഫീഡിങ് എന്ന് പറഞ്ഞാൽ? ഫീഡിങ് ഹാസ് ഡയറക്റ്റ് എഫക്റ്റ് ഓൺ കോമ്പോസിഷൻ ഓഫ് മിൽക്ക് എന്ന് പറയാം. പക്ഷേ ഇറ്റ് ഈസ് എ ടെമ്പററി എഫക്റ്റ് ഓൺലി. നമ്മൾ ആ ഫീഡ് വിഡ്രോൺ ചെയ്താൽ ആ വ്യത്യാസം മാറിക്കിട്ടും അല്ലേ? ഉദാഹരണത്തിന് നമുക്ക് വാഴത്തട പോലെയുള്ള കൂടുതൽ ജലാംശമുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പശുവിൻ്റെ പാലിൻ്റെ കട്ടിക്ക് വ്യത്യാസം വരാറില്ലേടാ? നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും നിങ്ങളുടെ വീട്ടിൽ പശു വളർത്തിയിട്ട് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? എന്തായാലും ഫീഡിങ് ഹാസ് ഡയറക്റ്റ് എഫക്റ്റ് ബട്ട് ഇറ്റ് ഈസ് ടെമ്പററി. ഓക്കെ, ഫീഡിങ് ഹാസ് എ ടെമ്പററി എഫക്റ്റ്, ഇറ്റ്സ് നോട്ട് പെർമനന്റ്. ഇനി നോക്കാം സീസണിൽ വ്യത്യാസമില്ലേടാ? ഉണ്ടല്ലേ? ഉണ്ട്. സീസൺ അനുസരിച്ചും നമ്മുടെ ഒരു സെയിം അനിമലിന്റെ മിൽക്കിന്റെ കോമ്പോസിഷനിൽ വ്യത്യാസം ഉണ്ടാകും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ ഉദാഹരണത്തിന് വേനൽക്കാലം വരുമ്പോഴത്തേക്കും പശുവിന് കൂടുതൽ ജലാംശം ആവശ്യമാണ് അല്ലേ? കാരണം എന്താ? അതിന്റെ ഹീറ്റ് ഡെസിപ്പേഷൻ കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ജലാംശം ആവശ്യമാണ്. അപ്പോൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഹീറ്റ് ഡെസിപ്പേഷന് വേണ്ടിയിട്ട്. കാര്യം നമുക്ക് ഈ പറഞ്ഞ ഫോറിൻ കൗസ് ഒന്നും നമ്മുടെ നാട്ടിലുള്ള ചൂട് താങ്ങത്തില്ല. ആ സമയത്ത് ഫീഡ് ഇൻടേക്കിൽ ഡിപ്രഷൻ ഉണ്ടാകും. ഫീഡ് സ്വാഭാവികമായിട്ടും കഴിക്കുന്ന അത്രയും ഫീഡ് എടുക്കാൻ പറ്റണമെന്നില്ല. കാരണം കൂടുതൽ ഫീഡ് കഴിച്ചാൽ കൂടുതൽ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ, മെറ്റബോളിസിലെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ എന്തായാലും അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ സീസൺ അനുസരിച്ച് മിൽക്കിന്റെ പ്രൊഡക്ഷനിലും അതുപോലെ കോമ്പോസിഷനിലും വ്യത്യാസം ഉണ്ടാകും.
തണുപ്പ് കാലം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ആനിമൽസ്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഫോറിൻ കൺട്രീസിലൊക്കെയുള്ള ആനിമൽസ് നന്നായിട്ട് ഫുഡ് എടുക്കാനും കൂടുതൽ പാല് കിട്ടാനും സാധ്യതയുള്ള സമയമാണ് തണുപ്പ് കാലം. ചൂടുകാലം വ്യത്യാസം ഉണ്ടാവും, മഴക്കാലം ആകുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. എന്തായാലും നമുക്ക് ദ പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് SNF ഷോസ് എ സ്ലൈറ്റ് ബട്ട് വെൽ ഡിഫൈൻഡ് വേരിയേഷൻ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദി ഇയർ. അല്ലേ, ഒരു വർഷത്തിൽ തന്നെ എന്താണ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദി ഇയർ ഈ SNFലും ഫാറ്റ് പെർസെൻറ്റേജിലും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ സീസൺ അനുസരിച്ച് ആനിമൽസ് കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാ ഇനി നോക്കാം. ഏജ്, ദ ഫാറ്റ് പെർസെൻറ്റേജ് ഇൻ മിൽക്ക് ഡിക്ലൈൻ സ്ലൈറ്റ്ലി ആസ് ദ കൗ ഗ്രോസ് ഓൾഡർ. കൗ ഓൾഡർ ആയി മാറുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഫാറ്റ് പെർസെൻറ്റേജ് കുറയാനുള്ള സാധ്യതയുണ്ട്. അല്ലേ, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല പ്രൊഡക്ഷനും കുറയും. ഫാറ്റ് പെർസെൻറ്റേജ് മാത്രമല്ല പ്രൊഡക്ഷനൊക്കെ കുറയും കേട്ടോ, ആനിമൽ ഓൾഡർ ആകുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ടാണ് കള്ളിങ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫീഡിങ്, സീസൺ, ഏജ് ഇതെല്ലാം എന്തിനെ ആനിമലിൻ്റെ മിൽക്കിൻ്റെ കോമ്പോസിഷനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.